സൽമാ എന്താടി 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 വെള്ളം കുടിച്ചാ? വെള്ളം തട്ടണ്ട. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ സൽമയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് ഒന്ന് കിടന്നുറങ്ങി. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് കിടന്നുറങ്ങിയതാണ്. പ്രത്യേക സമയം 6 മണി, 5:30, 6 മണി ആയി. ചെറിയൊരു മഴക്കോളും ഉണ്ട്. ഇപ്പോൾ സൽമായി ഇനി നമ്മൾ പുറത്തോട്ട് ഇറക്കി കെട്ടുന്നില്ല, കുറച്ചുകൂടി ഉള്ളിലോട്ട് കയറ്റി പിന്നെ ഈ ഷീറ്റ് തന്നെ ഇവിടെ വെച്ച് മറിച്ചിട്ട് നമുക്കിവിടെ കിടക്കാം. എന്താ വെച്ചാൽ ഞാനവിടെ കമ്പൊക്കെ വെച്ച് മറിച്ച് സെറ്റാക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പോഴത്തേക്ക് സമയം പോയി. ഞാൻ നല്ലോണം കിടന്നങ്ങ് ഉറങ്ങി. എന്താ വെച്ചാൽ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ സൽമ എന്നെ കൊണ്ട് കുറച്ച് ദൂരെ നടത്തിച്ചുള്ളൂ. എന്താ വെച്ചാൽ ഈ വണ്ടി വലിച്ച് സൽമയ്ക്ക് ഒരു എക്സ്പീരിയൻസ് ആയിട്ടില്ല. പിന്നെ ഈ ടൗണിലൊക്കെ ആകുമ്പോൾ എനിക്കൊരു പേടി. അപ്പം ഇനി ഓട് ചാടുകയൊക്കെ ചെയ്താലൊരു ഇടങ്ങേറല്ലേ എന്ന് വിചാരിച്ച് സൽമൻ്റെ കൂടെ ഞാനും നടന്നാണ് വന്നത്. അപ്പോൾ ആ ഒരു ക്ഷീണമൊക്കെ ആയിട്ട് ഞാനും സൽമ അങ്ങനെ കുറച്ചു നേരം പുല്ലൊക്കെ തിന്നിരുന്നു. ഞാൻ കുറച്ചു നേരം കിടന്നങ്ങ് ഉറങ്ങി. സമയം പോയി. അപ്പോൾ ഇനി സൽമയ്ക്കും ഫുഡ് കൊടുക്കുക. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് വെച്ച ചിക്കൻ കറി ഉണ്ട്, ബ്രെഡും ഉണ്ട്, അതും കഴിക്കാം. അങ്ങനെ ഇവിടെ കിടക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. പിന്നെ കുറച്ച് ഡേഞ്ചർ സ്ഥലമാണ് എങ്കിലും നമ്മളിവിടെ കിടക്കാൻ തീരുമാനിച്ചു. അല്ലേ സൽമ? ഇവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സൽമനെ ഇതിനകത്ത് കുറച്ചുകൂടി ഇറക്കി ഇങ്ങനെ കയറ്റി കെട്ടിയാൽ മഴയും നനയില്ല. മഴ പെയ്താലും മഴയുടെ ലക്ഷണം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആ ചാക്കൊക്കെ വെച്ചൊന്ന് മറിച്ചൊന്ന് റെഡി ആക്കട്ടെ കേട്ടോ. പിന്നെ സൽമയ്ക്കും ഫുഡ് കൊടുക്കണം, അതൊക്കെ ചെയ്യണം. അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. എന്തായാലും ഇരുട്ടായി തുടങ്ങി. ഞാൻ തീയങ്ങ് കത്തിക്കട്ടെ. ഇത് വേഗം അങ്ങ് കത്തിപ്പോവും. ഈ ചുള്ളി വിറക് ആയതുകൊണ്ട് പെട്ടെന്ന് കത്തിപ്പോവും. നമുക്ക് പിന്നെ കൂടുതൽ സമയം ഇവിടെ കത്തിക്കാനും പറ്റില്ല. എന്താ വെച്ചാല് നമുക്ക് അവിടെ നല്ലോണം ക്ലോസ് ചെയ്യാത്തോണ്ടേ പ്ലാസ്റ്റിക് ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു പേടി. നാളെ നമുക്ക് അവിടെ നല്ലോണം ക്ലോസ് ചെയ്ത് ഇവിടെ ഒരു ഇതെന്തെങ്കിലും കൊടുത്ത് സെറ്റാക്കിയിട്ട് വേണം നമുക്കിവിടെ തങ്ങാൻ. ഇന്നിപ്പോ സമയം പോയി, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യായിരുന്നു. നമുക്ക് എന്തായാലേ കുറച്ച് കാപ്പി വെക്കാം. എന്തായാലും വെള്ളം തിളച്ചു. ഇനി നമുക്ക് കാപ്പിപ്പൊടി ഇടാം. പഞ്ചസാരയൊക്കെ ഇട്ട് കാപ്പി എന്ന്. ലൈറ്റൊക്കെ കുറയുന്നുണ്ടല്ലോ. കുറെ നാളായില്ലേ ഇങ്ങനെ നൈറ്റ് ക്യാമ്പ് ചെയ്തിട്ട്. അതിൻ്റെതായ ഒരു തപ്പിപ്പിടുത്തം ഉണ്ട് കേട്ടോ എനിക്ക്. കുഴപ്പമില്ല, റെഡിയാവും. ഇതിവിടെ വെക്കാം. ഇത് വെച്ചിട്ട് ഉള്ള വിറകങ്ങ് കത്തിക്കാം അല്ലേ. അയ്യോ, എന്നാ അത് കുറച്ചുകൂടി ഉണ്ട്. തിന്നോ, എന്നാ തിന്നട്ടോ. മടുത്ത്. ഇരുടാവണതിന് മുമ്പേ മഴ വരുന്നതിന് മുമ്പേ ഓരോന്ന് പടപടാന്ന് ചെയ്തപ്പോൾ ക്ഷീണമായി. കുഴപ്പമില്ല, ഒന്ന് ഉറങ്ങിപ്പോയി, അതാ പറ്റിയത്. പിന്നെ നമ്മുടെ പവർ ബാങ്ക് ക്യാമറയിൽ ചാർജ് കുറവാണല്ലോ. ഞാനേ ബാറ്ററി ഒരെണ്ണം ബ്ലിങ്ക് ആവുന്നുണ്ട്. ഒരെണ്ണം ചാർജ് തീർന്നിട്ടാണ് ഉച്ചയ്ക്ക് തീർന്നത്. പിന്നെ അത് ചാർജ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ചാർജ് ഇപ്പോൾ തീരും. ഒരു ബാറ്ററി ചാർജ് തീരുകയും ചെയ്തു. അപ്പോൾ അതിന് കുത്തിയിടണം. പിന്നെ
എന്താ ചെയ്യുക നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാർജ് തീർന്നു, ബാറ്ററിയുടെ ചാർജ് തീർന്നു കേട്ടോ. മറ്റേത് ബാറ്ററിക്ക് തീരെ ചാർജ് ഇല്ല, ഇത് തീരാറായി, ബ്ലിങ്ക് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. പിന്നെ ഇനി എന്തായാലും ഇവിടെ കിടന്ന് സൽമയെ തീ കെട്ടിയിട്ട് സൽമയെ കുറച്ചും കൂടി നീക്കി കെട്ടി ഇനി ഇവിടെ തന്നെ പുതച്ചു മൂടി ഒരു ഉറക്കം, അതാണ്. എന്നിട്ട് സൽമ അവിടെ കെടി പുറം ചൊറിയ. പിന്നെ ബാക്കി നമുക്ക് രാവിലെ ഇവിടെ ഒന്നുകൂടി ഒരു സെറ്റാക്കിയിട്ട് നല്ല രീതിയിൽ ഇവിടെ മറച്ച് സെറ്റാക്കി നല്ലൊരു വീട് പോലെ ഇതാക്കണം. നമുക്ക് ഇന്ന് അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല. ഇന്ന് നമ്മളെ ഉറക്കവും പിന്നെ നമ്മൾ വന്ന സമയവും ഒക്കെ കൂടി ആയപ്പോഴത്തേക്ക് അതിനൊരു തീരുമാനമായി. അപ്പോൾ എന്തായാലും ഞാൻ ഈ തീയൊക്കെ കെട്ടി കഴിഞ്ഞാൽ സൽമായ ഇങ്ങോട്ട് മാറ്റി കെട്ടി ഇനി വൃത്തിയായിട്ട് ഞാനിവിടെ വിരിച്ച് കിടക്കും കേട്ടോ. എന്താ പെട്ടെന്ന് കിടക്കണത് എടുക്കാത്ത, എന്താ എഴുന്നേറ്റ് പോയോന്ന് ചോദിക്കരുത്. ഇത് എഴുന്നേറ്റ് പോകാൻ പറ്റുന്ന സ്ഥലമല്ല. പിന്നെ സൽമായും വണ്ടിയും കൊണ്ടൊന്നും രാത്രി പോകാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ തന്നെ കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ച് ഞാൻ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ബാറ്ററി തീരാറായി, അല്ലെങ്കിൽ ഞാനിതൊക്കെ ഓഫാക്കി കിടക്കുന്ന ഭക്ഷണം കഴിക്കുന്നതുണ്ട്. ചിക്കൻ കറി ഉണ്ട്, പിന്നെ ബ്രെഡ് ഉണ്ട്, കാപ്പി റെഡിയാണ്. ഈ ഭക്ഷണം കഴിക്കുന്നതും കൂടെ എടുക്കാനുള്ള ചാർജ് അതിനകത്ത് ഉണ്ടാവില്ല. തീയുടെ പൊടിയുണ്ടോ? അപ്പോൾ വേഗം കുറച്ച് കാപ്പിയെങ്കിലും കുടിച്ച് കാണിക്കാം അല്ലേ. എന്നിട്ട് ബാക്കി രാവിലെ എന്നിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ. പിന്നെ ഇപ്പം മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്യണം കേട്ടോ. എന്താ സൽമ തുമ്മ കേട്ടോ. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. ബാക്കി രാവിലെ കേട്ടോ. ചാർജ് ഓഫ് ആവാറായി, അതുകൊണ്ടാണേ. ഓക്കെ. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ ഇന്നലെ അടിപൊളിയായിട്ട് ഉറങ്ങി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു സംഭവം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ചെയ്യുന്ന സ്ഥലമായിരിക്കും, ഞാൻ പറഞ്ഞില്ല. അവിടെ ആ കുറ്റിന്റെ അവിടെ ഒരു ഹോളൊക്കെ ഉണ്ട്. അതിന് എലിയാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇന്നലെ ഇതിലെ മുള്ളംപന്നി വന്നു. അതായത് ഞാനിവിടെ അങ്ങനെ കിടക്കല്ലേ, ഈ സൈഡിൽ കൂടെ, ഈ താർപ്പായുടെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു പോക്കങ്ങ് പോയി. ആദ്യം ഒന്ന് പോയിട്ടോ. അപ്പൊ ഞാൻ അത്രയ്ക്കങ്ങ് ഇതായില്ല, എലി അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ ഈ സൈഡിൽ ചേർന്നായിരുന്നു കിടന്നിരുന്നത്. അപ്പൊ ഈ പായയുടെ ശബ്ദം അങ്ങനെ കേൾക്കുന്നുണ്ട്. വീണ്ടും ഒന്നുകൂടി വന്നപ്പോൾ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോണ്ട് ആദ്യം ഒരു മുള്ളംപന്നി പോയി, പിന്നെ വേറൊരു മുള്ളംപന്നി. അത് ഈ ആദ്യം പോയത് ചെറുതും പിന്നെ പോയത് കുറച്ച് വലുതുമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അമ്മയും മക്കളും ആയിരിക്കാനാണ് സാധ്യത. അപ്പൊ അങ്ങനെ ഒരു അനുഭവം വന്നു. അപ്പൊ ഇതിലെ ഡെയിലി എന്തോ പാസ് ചെയ്യുന്ന സ്ഥലമാണ്. അവരുടെ സ്ഥലത്ത് വന്നിട്ട് നമ്മളിങ്ങനെ മറച്ചു കെട്ടി കിടന്നപ്പോൾ ഉണ്ടായൊരു സംഭവമാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ വൃത്തിയായിട്ട് കമ്പൊക്കെ വെച്ച് തീരെ ഒന്നും കയറാത്ത രീതിയിൽ തന്നെ അടച്ച് സെറ്റാക്കണം. എന്നിട്ട് നമുക്ക് സൽമയെ ഒന്ന് അങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി കെട്ടി ഒന്ന് സെറ്റാക്കി സൽമയ്ക്ക് ഫുഡ് കൊടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളാണ് രാവിലെ. എന്തായാലും എഴുന്നേറ്റൊന്ന് ഫ്രഷ് ആവട്ടെ കേട്ടോ. നമ്മൾ സൽമയ്ക്കുള്ള ഫുഡ് ഒക്കെ എടുത്ത് റെഡിയാക്കി സൽമയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് നമുക്ക് കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കാം അല്ലേ സൽമ? പോവാ, കുഴപ്പമില്ലല്ലോ, പേടിച്ചെന്നല്ലേ? ഇല്ലല്ലോ, തിന്നല്ലേ, നനച്ചു തരാം. വേണ്ട പൊടി. ബാ ബാ. വെള്ളം കുടിക്കണേ, വെള്ളം കുടിച്ചോ. ഞാൻ ഫുഡ് റെഡിയാക്കി തരാം. ഇതൊക്കെ മിക്സ് ആക്കട്ടെ. നിക്ക്. സൽമയുടെ ഈ ആക്രാന്തി കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും സൽമയ്ക്ക് ഭയങ്കര ആക്രാന്തിയാണ്. അതല്ല, ഇതിന് കുറച്ച് ഫുഡേ കഴിക്കുള്ളൂ. അത് കഴിക്കാൻ ഭയങ്കര ആക്രാന്തിയാണ്. കൂടുതൽ കഴിച്ചാൽ അത് ബാക്കിയാക്കുകയും ചെയ്യും അല്ലേ സൽമ? ഇത് മൊത്തം കഴിക്കണം കേട്ടോ. ഇന്നലെ ഇത്രേ കൊടുത്തുള്ളൂ, പക്ഷെ അതിനകത്തുനിന്ന് 2 പിടിയോളം ബാക്കി വെച്ച് അല്ലേ?
തിന്നോ. ഒരു ഉരുള വാരി തരാം. ഇത് മൊത്തം തിന്നില്ലെങ്കിലല്ലേ. അപ്പോൾ സൽമ ഇവിടെ ഇരുന്ന് കഴിക്കട്ടെ. നമുക്ക് പോയിട്ട് ഇനി കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് ഒന്ന് ഫ്രഷ് ആവണം. നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഈ സൈഡൊക്കെ തുരുമ്പായി, നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കാത്തോണ്ടേ. ഇവിടെ പുറത്ത് വെക്കാല്ലേ. കുറച്ച് കാപ്പിപ്പൊടി വെച്ച് കുടിച്ചാൽ സംഭവം സെറ്റായി. പിന്നെ ഇന്നലെ നമ്മൾ പേടിച്ചോന്ന് ചോദിച്ചാൽ അങ്ങനെ പേടിച്ചില്ല കേട്ടോ. എന്താ അറിയില്ല, അങ്ങനെ പേടിച്ചില്ല. എന്താ വെച്ചാൽ ആദ്യം ഒരെണ്ണം അവിടെ നമ്മൾ സൽമാനെ കെട്ടിയേണ്ട ആ സൈഡ് അപ്പുറം കഴിഞ്ഞു കേട്ടോ. സൽമാൻ്റെ ആ സൈഡ് കഴിഞ്ഞു. പിന്നെ ഉള്ളത് ഞാനിങ്ങനെ എഴുന്നേറ്റ് ഈ സൈഡിലാണേ. ഈ സൈഡിൽ ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് ഊന്നും പറഞ്ഞങ്ങ് പോവാ. സ്പീഡിലല്ല, പയ്യെ പോണത്. ആ പയ്യെ പോകുന്നതുകൊണ്ടാണ് ശരിക്കും ഞാൻ പേടിക്കാഞ്ഞത്. എന്നിട്ട് ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ മുള്ളം പന്നി. പിന്നെ കിടന്നുറങ്ങാൻ കുറച്ച് പേടിച്ചു കേട്ടോ. പേടിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, പിന്നെ കിടന്നിട്ട് അങ്ങ് ഉറക്കം വരുന്നില്ല. ഇനിയിപ്പോൾ എന്താണോ തിരിച്ചു വരുമോ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയായിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ഷീറ്റ് ഉണ്ടല്ലോ ഇവിടെ ഇതേപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഷീറ്റ് ഇട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് മൂടി. അങ്ങനെ ഒരു അനുഭവം ഇന്നലെ ഉണ്ടായി. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ഇവിടെ ഈ കമ്പുകളൊക്കെ വെട്ടി ഇത് നല്ല സേഫായിട്ട് അടച്ച് വൃത്തിയാക്കി ഒന്ന് സെറ്റാക്കണം. ഇന്നിപ്പോൾ സമയമുണ്ടല്ലോ, രാവിലെ മുതലേ സമയമുണ്ട്. എന്നിട്ട് ഫുഡ് റെഡിയാക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളാണ് ഇന്നത്തെ നമ്മുടെ രാവിലത്തെ സ്റ്റാർട്ടിങ്. അപ്പോൾ എന്തായാലും കാപ്പി കുടിച്ചിട്ടൊന്ന് സെറ്റാവട്ടെ കേട്ടോ. ഇങ്ങനെയുള്ള സംഭവമൊക്കെ ഗ്യാസിൽ പെട്ടെന്ന് അങ്ങ് കത്തിക്കാം. വാ, നല്ല മഞ്ഞുണ്ട് കേട്ടോ പുറത്ത്. നല്ല ഒരു കോടമഞ്ഞ് പോലെ മൂടി നിൽക്കുകയാണ്. മഴ പറയാൻ പറ്റില്ല, ഉച്ച കഴിഞ്ഞ് ചിലപ്പോൾ മഴ പെയ്യും. ഇനിയിപ്പോൾ കണ്ടിന്യൂ നമുക്ക് വീഡിയോ ചെയ്യണമെന്ന് ആണ് എൻ്റെ പ്ലാന്. അപ്പം നമ്മുടെ കൂടെ സൽമ ഉണ്ടാവും. അപ്പോൾ എനിക്ക് കഴിഞ്ഞതിൻ്റെ മുന്നത്തോട്ടമൊക്കെ സൽമയെ കൂട്ടി ഞാൻ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ ഓരോരുത്തർ കമൻറ്റ് ചെയ്തിരുന്നു. എല്ലാവരും ഇല്ല, കുറച്ച് പേരൊക്കെ കമൻറ്റ് ഞാനത് നോട്ട് ചെയ്തിരുന്നു. ഒരാൾ കമൻറ്റ് ചെയ്തേ, പിന്നെ മിണ്ടാപ്രാണീനെ കൊണ്ട് വെയിലത്ത് നടത്തിക്കുകയാണോ എന്നും ചോദിച്ചിട്ടൊരു കമൻറ്റ്. ഞാൻ റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ്. ഞാനും മിണ്ടാപ്രാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ പശുവും ആടിനൊക്കെ വെയിലത്ത് കൊണ്ടുപോകണമെന്ന് അതൊന്നും പ്രശ്നമില്ലായിരിക്കും പുള്ളിക്ക്, എന്താണെന്നറിയില്ല. അല്ല, എനിക്കത് അങ്ങനെയല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സൽമ ഇനി നമ്മുടെ കൂടെ എല്ലാ ക്യാമ്പിങ്ങിനും സൽമ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. പിന്നെ അപ്പോൾ സൽമ ഇന്നലെ ഞാൻ ഇവിടെയൊക്കെ കെട്ടിയത് കണ്ടല്ലോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആള് ഞാനുമായിട്ട് നല്ല ഇതാണ്. പിന്നെ ഞാൻ വിളിച്ചാൽ വരും, അങ്ങനെ നല്ല ഇതായി. സൽമ നല്ല ഒരു ബന്ധമായി. അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. പിന്നെ അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, പേടിക്കാനില്ല എന്ന് മാത്രമല്ല, പിന്നെ സൽമ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ഇനി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാനിങ്. അപ്പോൾ ആരും ഇപ്പോൾ കമൻറ്റ് ചെയ്യണ്ട, ഞാൻ അവനെ സൽമയെ കൊണ്ടുപോയി കാട്ടിലിടുകയാണോ, പിന്നെ കാട്ടിലിട്ട് കഷ്ടപ്പെടുത്തുകയാണോ, അങ്ങനെയൊന്നുമല്ല. ഞാൻ ഇന്നലെ കണ്ടില്ലേ സൽമ കഴിച്ചത് കണ്ടില്ലേ. പിന്നെ 2 കോഴിമുട്ട കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു ശർക്കരയുടെ കഷ്ണം, പിന്നെ ഗോതമ്പിൻ്റെ തവിട്, അങ്ങനെ എല്ലാം ആണ് കൊടുക്കുന്നത്. അതൊക്കെ ആവശ്യത്തിലേറെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇന്നലെ അത് കുറച്ച് 2 ഉരുളോളം ബാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അത് ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല, ഉഷാറാണ്, നല്ല എൻജോയ് ആണ് സൽമ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ കപ്പലണ്ടി മിഠായിയൊക്കെ കൊടുക്കും. അതൊക്കെ സൽമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടൊക്കെയാണ് എന്നുമായിട്ട് കൂടുതൽ അടുത്ത് കേട്ടോ.
അപ്പൊ അങ്ങനെയൊക്കെയാണ് സൽമയുടെ വിശേഷം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ എൻ്റെ കൂടെ ഇനി ക്യാമ്പിങ്ങിന് സൽമ ഉണ്ടാവും. അപ്പൊ ആരും തെറ്റിദ്ധരിക്കണ്ട, ഞാൻ സൽമയെ കഷ്ടപ്പെടുത്തുകയാണ് അങ്ങനെ വിചാരിക്കണ്ട. എന്തായാലും സൽമയല്ലേ, അപ്പൊ സൽമേൻ്റെതായ പണി എടുക്കണമല്ലോ. അപ്പൊ ഞാൻ എൻ്റെതായ പണി എടുക്കുന്നു, സൽമേൻ്റെതായ പണി എടുക്കണു. പിന്നെ അങ്ങനെ അല്ലാണ്ട് വേറെ ഞാൻ സൽമയെ ശല്യപ്പെടുത്തുക അങ്ങനെ ഒന്നും ചെയ്യണില്ല. നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കൂടെ ഉണ്ടാവുന്നുള്ള രീതിയിലാണ് നമ്മൾ കൊണ്ടു നടക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കാപ്പി കുടിച്ച കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ഇത് റെഡിയായി. ഇനി മറയ്ക്കാനുള്ളൊരു സംഭവം ഒപ്പിക്കണം. അതാണ് ഇപ്പോൾ പുല്ലാണ് ഇപ്പോൾ ഇല്ല, പുല്ലൊക്കെ കത്തിപ്പോയിട്ട് ഇവിടെയൊക്കെ തീ കത്തിപ്പോയിട്ട് പുല്ലില്ല. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഒരു സംവിധാനം, പുല്ല് തന്നെ ഒപ്പിക്കണം. കുറച്ച് അങ്ങോട്ട് മാറിപ്പോയ പുല്ലുണ്ടാവും. പിന്നെ നമ്മുടെ വണ്ടി നിർത്തിയെടുത്ത് ഒക്കെ കുറച്ച് പുല്ലുണ്ട്. എന്തായാലും അത് നോക്കി നോക്കാം അല്ലേ. നമുക്ക് അടിപൊളി ഒരു സാധനം കിട്ടിട്ടോ. എന്താ വെച്ചാൽ നമ്മളെ വണ്ടി, സൽമയുടെ വണ്ടി നിർത്തിയെടുത്ത് കുറച്ച് പൊടിയാണ്. ഞാൻ പിന്നെ പുല്ല് നോക്കിയിറങ്ങിയ, പുല്ലൊന്നും വെട്ടാൻ പറ്റില്ല. പുല്ല് ഇത്ര നീളമായിട്ടുള്ളൂ പുല്ല്, നമ്മുടെ ആ വലിയ പുല്ലുണ്ടല്ലോ. പക്ഷെ അതൊക്കെ കത്തിപ്പോയിട്ട് പുല്ല് കിട്ടിയില്ല. അപ്പോൾ ഒരു പഴയ ബെഡ് അവിടെ ഉണ്ട്, ബെഡും കുറേ വേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബെഡ് ഇങ്ങനെ നൂന്ന് കിടക്കുക. അത് വെറുതെ പൊളിച്ച് നോക്കിയപ്പോൾ വലിയ കാര്യമായിട്ട് നനഞ്ഞില്ല, എന്നാലും ഒരു സൈഡ് നനഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് പൊളിച്ചെടുത്തു, ഒരു ലെയറായിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് മറയ്ക്കാൻ സെറ്റപ്പായി.
പുല്ലിനേക്കാളും നല്ലതാണ്, കാണാനൊരു ഭംഗിയുണ്ടാവും. ഇത് വെച്ച് നോക്കാം അല്ലേ? ആഹാ, അടിപൊളി. ഇങ്ങനെ വെച്ച് നോക്കാം. ഇവിടെ കുറച്ച് മണ്ണും കൂടി ഇട്ടാൽ സംഭവം വൃത്തിയായി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയി. സംഭവം സെറ്റപ്പായി അല്ലേ? നമുക്ക് പുല്ല് കിട്ടിയില്ലെങ്കിൽ ആകെ കൊളായനല്ലേ? സംഭവം എന്തായാലും സെറ്റായി. ഇനി ചോറ് വെക്കണം, അതൊക്കെ മടിയുണ്ട്. കപ്പയുണ്ട്, കപ്പ വേവിച്ചാലും മതി, അല്ലെങ്കിൽ ചോറ് വെക്കാം. വിശക്കുന്നുമുണ്ട്. കുറച്ച് ബ്രെഡ് ഉണ്ട്, അതങ്ങോട്ട് തിന്നാലോ. കുറച്ച് കഴിയട്ടല്ലേ? നമ്മളെ രാവിലത്തെയും ഉച്ചക്കത്തെയും രാത്രിത്തെയും കൂടി ഭക്ഷണം കേട്ടോ ഇത്. ഇന്നലെ മേടിച്ച ചെറുതായിട്ട് കറുത്തു. കപ്പയുടെ തൊലിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുള്ളമ്പന്നിക്ക് സുഖമാണ് ഇന്ന് വൈകുന്നേരം വരെ. പക്ഷെ മുള്ളമ്പന്നി എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ റൂട്ടിന് വരില്ല, വേറെ റൂട്ടിന് വരേണ്ടി വരും. വെള്ളം കുറവാണ്, നീ താഴെ പോയി എടുത്തിട്ട് വരണം. അപ്പോൾ രാത്രിത്തെയും ഉച്ചക്കത്തെയും കൂടി ഒരുമിച്ച് കഴിച്ചാൽ സംഭവം ഓക്കെ. പിന്നെ സൽമ എങ്ങ് കൊണ്ടുവന്ന് കെട്ടുകയും വേണമല്ലോ. സൽമാക്ക് ഇവിടെ നിൽക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട് കേട്ടാ. ഇന്നലെ നിന്ന പോലെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളൂ. അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ പൊളിച്ച അകത്ത് കയറുമെന്നുള്ള. എന്തായാലും കപ്പയാവട്ടെ അല്ലേ? അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് രാത്തിരിക്കാം. ഇവിടെ കപ്പ ഏകദേശം, അയ്യോ ഉപ്പിട്ടിട്ടില്ല. ഉപ്പിടാത്ത കപ്പ തിന്നേണ്ടി വന്നേനെ. നല്ലോണം വിശക്കുന്നുമുണ്ട്. കപ്പ ഇപ്പം റെഡിയാവും, ഒരു തളയും കൂടി തിളച്ചാൽ റെഡിയാവും. അപ്പോൾ നമ്മളെ കപ്പ വെന്തുണ്ട്. അന്ന് ഊറ്റിയാൽ
കുറച്ചേരം കൂടി ഇതിനകത്ത് ഇരുന്നാൽ ഓക്കെ ആവും. നമ്മുടെ ചായപാത്രം സംഭവം സെറ്റായി. ഇനി കുറച്ച് തീയൂരി വെച്ചാൽ ഓക്കെ. നല്ല മഴക്കോള് വരാൻ ചാൻസ് ഉണ്ട്. നല്ല മഴയുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാട്ടോ. എങ്ങനെ ഇപ്പൊ എവിടെ ഇരിക്കുക? സൽമാനെ കൂടെ ഒന്ന് കിട്ടുകയും ചെയ്യണം. മഴ ഇപ്പോഴേ തുള്ളിരുന്നുണ്ട് കേട്ടോ. മഴ പെയ്ത്. ഞാൻ സൽമാനെ കൊണ്ടിട്ടെ. കുഴപ്പമില്ല, അങ്ങനെ പെയ്തെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും സൽമാനെ കൊണ്ടുവന്ന് കെട്ടട്ടെ കേട്ടോ. നമുക്ക് ആദ്യം സൽമക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ. ഫുഡ് കൊടുത്തില്ലെങ്കിൽ സൽമ നമുക്ക് കുറച്ച് ഉപ്പെടുത്തേ. ഉപ്പൊന്നും വേണ്ടേ? ഇതിപ്പോ ഇങ്ങനെ ആക്രാന്തി കാട്ടി തിന്നണ നോക്കണ്ട. ഇതിപ്പോ നിർത്തും. ഇത് മൊത്തം തിന്നോന്നറിയില്ല. ഞാൻ കുറച്ചിട്ടിരിക്കുന്നത്. ലൈറ്റൊക്കെ ഒന്ന് അയ്യോ ലൈറ്റ് സെറ്റാക്കി. ഇനി നമുക്ക് ഇതിന് അകൊന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ ആകെ ചളി വിളിയായിരിക്കുക. തുണി വെച്ചൊന്ന് തുടച്ച് വൃത്തിയാക്കിയാലേ നമുക്ക് കിടക്കലും പരിപാടിയൊക്കെ നടക്കുള്ളൂ. ആകെ കൊളായിട്ടോ. രാത്രി ഇനി മഴ പെയ്യില്ലാന്ന് തോന്നണം. എന്താ വെച്ചാൽ മഴയുടെ ഇതൊക്കെ കഴിഞ്ഞു. പെയ്തത് 10 മിനിറ്റേ ഉള്ളൂ. പക്ഷെ പെയ്തപ്പോ നല്ല മഴ പെയ്തു. 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് നല്ലോണം കിട്ടി മഴ. മഴയില്ല എന്നുള്ള, മഴയത്ത് ക്യാമ്പ് ചെയ്തില്ല എന്നുള്ള പരാതി കഴിഞ്ഞില്ലേ. അപ്പൊ നമ്മുടെ കാപ്പിയൊക്കെ തണുത്തതാണ്. കപ്പയും തണുത്തു, കാപ്പിയും തണുത്തു. നമ്മുടെ സൽമയുടെ തീറ്റ കഴിഞ്ഞു. ഇന്നൊക്കെ തിന്നു കേട്ടോ. ഞാൻ കുറച്ച് ഇന്നലത്തേനെക്കാട് ക്വാണ്ടിറ്റി കുറച്ചിരുന്നു. പിന്നെ ഇന്ന് ശർക്കര വെച്ചില്ല. 2 കോഴിമുട്ട മാത്രമേ വെച്ചുള്ളൂ. കോഴിമുട്ടയും പിന്നെ നമ്മുടെ ആ തവിട് പൊടി. നമ്മുടെ സൽമന്റെ പാത്രവും നമ്മുടെ വെള്ളത്തിന്റെ ക്യാനും നമ്മുടെ ചായപാത്രം നമ്മുടെ കത്തി, ഇതെല്ലാം ഒരു കത്തി നമ്മുടെ അകത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ പൂശാലോ അല്ലേ. നമ്മുടെ സൽമാടെ വണ്ടിയുടെ അടുത്ത് കുറെ പിള്ളേരിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പൊ പോയി തോന്നുന്നുണ്ട്. എന്നാലും താഴ്ന്ന് സംസാരം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി കുറച്ച് കട്ടൻ കാപ്പി ഉണ്ടാക്കണം. അത് കുടിച്ചിട്ട് ആ കപ്പയും കൂടി കഴിച്ചിട്ട് കിടക്കണം. പിന്നെ ബാക്കി രാവിലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകണം എന്നാണ് പ്ലാന്. അടുത്ത സ്ഥലത്തോട്ട് സൽമായും കൂട്ടി അടുത്ത ക്യാമ്പിങ്ങിന് പോകണം. അപ്പം അങ്ങനെ ഡെയിലി കണ്ടിന്യൂ ആയിട്ട് ക്യാമ്പിങ് ചെയ്യണം എന്നാണ് ആഗ്രഹം. പിന്നെ നമ്മുടെ എന്താ സൽമ, അപ്പം നമ്മുടെ ഓരോരോ പിന്നെ സാഹചര്യം കൊണ്ടാണ് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാത്തത്. ഇനി അത് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ആഗ്രഹം. എന്തായാലും കണ്ടിന്യൂ ചെയ്യും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് വേണം. എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാം. എങ്കിലും ഞാൻ പറയുകയാണ്. പിന്നെ വീണ്ടും ചുമ്മാ പറയുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യണമെന്നുണ്ട്. അത്യാവശ്യം വ്യൂസും ഉണ്ട്. പിന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഇനിയിപ്പോൾ വ്യൂസൊക്കെ അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്താ വെച്ചാൽ കുറേ ആയില്ലേ വീഡിയോ ഇട്ടിട്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ വ്യൂസൊക്കെ കുറയും. എന്നാലും പതുക്കെ വരുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും
ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി ഇനി ആ കാപ്പിയും കുടിച്ച് കിടന്നാൽ മതി. സൽമ റെഡിയാണ്, സൽമ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ബാക്കി എന്നാൽ രാവിലെ സെറ്റാക്കാം അല്ലേ? അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ ഇന്നലെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, സുഖമായിട്ട് ഉറങ്ങി. വേറെ മുള്ളൻപന്നിയോ വന്നിയോ ഒന്നും വന്നില്ല, നല്ല സുഖമായിട്ട് ഉറങ്ങി, കുഴപ്പമൊന്നുമില്ല. പിന്നെ തണുപ്പുണ്ട്, ഈ 2 പാറയുടെ ഗ്യാപ്പ് ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. പിന്നെ ഇന്നലത്തെ ആ മഴയും ആയപ്പോൾ ഒന്ന് തണുത്തിരിക്കുകയാണല്ലോ, അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ സൽമ നമ്മൾ ഉണർന്നപ്പോൾ നമ്മൾ എടുത്തോട്ട് ഇങ്ങനെ വരിക, കുറേ നേരം കൊണ്ട് വരികയാണ്. പിന്നെ സമയം 6 മണിയൊക്കെ ആയി. അപ്പോൾ ഇനി സൽമായ പോയി കെട്ടണം, പിന്നെ സൽമായ ഒന്ന് കുളിപ്പിക്കണം, എന്നെ ഒന്ന് കുളിപ്പിക്കണം, അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ എന്തായാലും സൽമായൊക്കെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി കട്ടൻ കാപ്പി ഒന്ന് കുടിച്ച് സെറ്റാവല്ലേ. ഓ എന്താടി തണുപ്പുണ്ടാ? പോവാ, അങ്ങോട്ട് പോവാ, പല്ലൊക്കെ തേച്ച് ബാത്റൂമിലൊക്കെ പോയിട്ട് വരാം. വാ, പോവല്ലേ? പല്ല് കേൾക്കണ്ടേ? ബാത്റൂമിൽ പോകണ്ടേ? പോവാ. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് സൽമാക്ക് ഫുഡും കൊടുത്ത് നമ്മൾ പതുക്കെ ഇവിടുന്ന് പിരിയും കേട്ടോ. താഴെ നമ്മുടെ സൽമാന്റെ വണ്ടി നിർത്തിയ സ്ഥലമൊക്കെ ഇവിടുന്ന് കാണാട്ടോ. അവിടെ ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിൽ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പൊ എന്നാലും കാപ്പി തിളയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ സൽമാക്കുള്ള ഫുഡും കൂടി ഒന്ന് റെഡിയാക്കാം അല്ലേ. സൽമ നോക്കണ്ട കേട്ടോ, ഇപ്പൊ റെഡിയാക്കി തരാം. ഒന്നേ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കട്ടെ കേട്ടോ, ഇപ്പൊ തരാ. അപ്പത്തേക്ക് കാപ്പിയും തിളക്കട്ടെ. ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ. അങ്ങോട്ട് വരട്ടെ. തിന്നോട്ടോ, ഞാൻ കട്ടൻ കാപ്പി പിടിക്കട്ടെ. നമ്മൾ കാപ്പി തിളച്ചു. അടിപൊളി ഫുട്ബോൾ കളി നടക്കുന്നുണ്ട് കേട്ടോ താഴെ ഗ്രൗണ്ടിലേ. മാക്സിമം സൂം ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് നമ്മുടെ സൽമയുടെ വണ്ടി ഉണ്ടോ,
സൽമയുടെ വണ്ടിയുടെ അടുത്ത് 2-3 ബൈക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ആ പിള്ളേർ അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. കണ്ട, നല്ല മഞ്ഞുണ്ട് അവിടെ കേട്ടോ. വെയിലും വരാൻ തുടങ്ങി. ഇനി വെയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂടുമായിരിക്കും. അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല്, പിന്നെ ഞാനൊന്ന് കുളിച്ച് റെഡിയായി വൃത്തിയാവുക, പിന്നെ സൽമയെ ഒന്ന് കുളിപ്പിക്കുക, എന്നിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുക. നമ്മൾ ഇവിടുന്ന് വിടാനുള്ള പരിപാടിയാണ്. പിന്നെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ ഞാനിരിക്കുന്ന ഈ ഒരു പാറയുണ്ടല്ലോ, ഈ ഒരു പാറയുടെ അടിയിൽ ഒരു ഗുഹ പോലെ ഉണ്ട്. അത് നമുക്കൊരു ദിവസം വന്ന് അതിനകത്ത് കുറേ കമ്പൊക്കെ വെച്ച് മറച്ച് ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ നോക്കണം. നല്ല രസമുള്ളൊരു സ്ഥലം. പക്ഷെ നൂറിന് ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നൂന്നിരിക്കുന്ന പോലെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മണ്ണെടുത്ത് കുഴിച്ചിട്ട് ഈ പാറയുടെ അടിയിൽ ചെയ്യാൻ പറ്റുമോ നോക്കണം. അതൊരു പ്ലാനിങ്ങിലുണ്ട്. ഒരു ദിവസം അങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇനിയിപ്പോൾ സൽമായം കൊണ്ട് ഞാൻ കൂടുതൽ ദൂരമൊന്നും പോകണില്ല. ഈ ലൊക്കാലിറ്റിയിൽ തന്നെ എവിടെയെങ്കിലും ഒന്ന് ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ നോക്കണം. എന്താ വെച്ചാൽ സൽമായ കൂടുതൽ നടത്തിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ്. എന്തായാലും ഇനി സൽമ കൂടെ ഉണ്ടായത് കൊണ്ട് ഇനി മാക്സിമം അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ ക്യാമ്പിംഗ് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റും. എന്താ കാര്യം എന്ന് വെച്ചാൽ സൽമായ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് എവിടെയെങ്കിലും നിർത്തി സൽമ ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടി കമ്പനിയായിട്ട് ക്യാമ്പ് ചെയ്യും. അതായിരിക്കും പ്ലാന്. അപ്പം എന്തായാലും ഞാൻ ഈ കാപ്പിയും കുടിച്ചിട്ട് ഞാനും സൽമയും പതുക്കെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ വിടാനുള്ള പരിപാടി കേട്ടോ. ഞാൻ കഴിച്ചിട്ടേ കുളിച്ചിട്ട് പോണട്ടോ. ഇവിടെയൊക്കെ എണ്ണ തേക്കാനായല്ലോ. ഇവിടെയൊക്കെ ഈ ചൊറിഞ്ഞിട്ട് ഒരു ജാതി മരത്തമ്മലും അവിടെ ഇവിടെയൊക്കെ ഒരതിയിട്ട് കണ്ടോ, രോമം പോയിട്ട്. ഞാൻ കാപ്പി പിടിച്ചു കഴിഞ്ഞു. വേഗം കഴിച്ചിട്ട് കുളിച്ചിട്ട് പോവാ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ദിവസം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നിപ്പോൾ എന്തായാലും ഞാനും സൽമ ഇവിടുന്ന് പോവുകയാണ്. എന്നിട്ട് പോയിട്ട് വേറെ എവിടെയെങ്കിലും നല്ല സ്ഥലം കിട്ടിയാൽ അവിടെ ക്യാമ്പ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ ദൂരം ഇല്ലാതെ തന്നെ ഇവിടുന്ന് വലിയ ദൂരോട്ട് പോവില്ല. വലിയ ദൂരോട്ട് അങ്ങനെ ഒരുപാട് നടത്തിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഈ ലൊക്കാലിറ്റിയിൽ എവിടെയെങ്കിലും ഈ ഏരിയയിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്യാമ്പ് ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും സൽമ കഴിച്ചിട്ട് ഞങ്ങൾ വിടട്ടെ. ഓക്കെ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ, പെട്ടെന്ന് തന്നെ. അത് പറയാൻ മറന്നുപോയി. പിള്ളേർ നല്ല കളിയാണ് കളിക്കുന്നത്, പക്ഷേ വെയിലും നല്ലോണം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സൽമ കഴിച്ചിട്ട് ഞങ്ങൾ വിടുക കേട്ടോ. ഓക്കെ.